ഒരു സ്വതന്ത്രൻ പാലിക്കേണ്ട സാമാന്യ മര്യാദ ഈ ഗവൺമെൻറ്റിനോടും ഗവൺമെൻറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും അദ്ദേഹം സ്വീകരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, ഇപ്പം ഞാൻ ഈ പാർട്ടിക്കകത്തുകൊണ്ട് ദീർഘനാൾ പ്രവർത്തിക്കുന്ന ആളാണ്. MLA ആണ്, 2ാം ടേണാണ് MLA, ഒരു ടേൺ മന്ത്രിയായിരുന്നു. ഞാൻ പറയുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കുമോ? അതെങ്ങനെ നടക്കുന്നത്? ഞാൻ ഗവൺമെൻറ്റിൽ എത്രയോ ആയിരക്കണക്കിന് കത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. അങ്ങനെ കൊടുക്കുന്ന കത്ത് MLA പറഞ്ഞു, MLA ഒരു കത്ത് കൊടുത്തു, ശുപാർശ ചെയ്തു, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു, അതുകൊണ്ട് അത് മുഴുവൻ നടക്കണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ നടക്കാറില്ല. അത് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് വർഗീസ് അടക്കം. അവരും ഞാനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ അധികം നടക്കും. അതൊരു മാതിരി എൻ്റെ ഒരു പറപ്പ് പണിയെന്ന് പറയും എൻ്റെ പേര്. അതാണ് എൻ്റെ ശരിയായ പേരുതാ. പിന്നെ അയാളല്ലേ സാധാരണ പാർട്ടിക്കാരുടെ വിവാഹം മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ജയിച്ചു കഴിഞ്ഞ ഒരുമാതിരി അതെന്താ പേര് പറയുന്നത്? ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നാളെ ഇല്ലാത്ത വിവാദമാകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കൊടുത്തേരാം. അത് തന്നെ. അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നോട് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിക്കണോ? അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റാതിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു അൻവർ എന്തെങ്കിലും പറഞ്ഞെന്നാൽ ഞങ്ങളങ്ങ് ഒലിച്ചു പോകുമെന്നാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ അടക്കം, AR മേനോനടക്കം, ഡോക്ടർ AR മേനോനടക്കം എത്രയോ സ്വതന്ത്രന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. അവർ വലിയ സേവനം അനുസരിച്ചിട്ടില്ലേ? TK ഹംസ സ്വതന്ത്രനായിട്ടല്ലേ വന്നത് ആദ്യം, കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച്. അവർ ദീർഘമായി ഞങ്ങളുടെ കൂടെ, ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പ്രവർത്തിച്ചില്ലേ? അതുകൊണ്ട് അതിനിടയിൽ ഇപ്പോൾ പലരും വരും. വരുന്നതിനിടയിൽ ഒരു അൻവർ എന്ന് പറയുന്ന ഷീഫു, അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടൊന്നും ഞങ്ങളെ വിളിക്കുകയില്ല. അത് മുൻപും ഇങ്ങനെ അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ പോയി അദ്ദേഹത്തോട് ചോദിയില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാനങ്ങനെ പറയാനാ, എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാം, ഇവിടുത്തെ കാര്യം ആരാ? രാജേന്ദ്രനാ? ആര് പോയാലും കുഴപ്പമില്ലെന്ന്. അതൊക്കെ അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ ചോദിച്ചു. എന്നോട് ഞാനാണ് ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരം സർക്കിട്ടെല്ലാം കഴിഞ്ഞ് വരുന്ന വഴി രസരാജേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അൻവറിൻ്റെ കാര്യമൊക്കെ പറയാം. മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തപ്പോൾ വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്ത് PR ഏജൻസി പറഞ്ഞിട്ടാണ് ഹിന്ദു പത്രത്തിന് കൊടുത്തതെന്നും അത് പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വരികയും. അതൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ജോലി തന്നിരിക്കുന്ന പത്രക്കാരാണേലും ചാനലുകാരാണേലും അവരുടെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യമൊക്കെ നോക്കിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുള്ളൂ.